ഒരു 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 കല്യാണത്തിനെ സംബന്ധിച്ചിട്ട് വന്നതാണ്. നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ഒരു സെക്കൻഡേ, ഇപ്പോൾ കറക്റ്റായി. നമ്മുടെ കല്യാണം നമ്മുടെ വീടുകളിൽ എല്ലാ കുടുംബങ്ങളിലോട്ട് കല്യാണം എന്താ നമ്മൾ കാണുന്നത്? 50,000 രൂപയുടെ പട്ടുസാരി ഉണ്ടെങ്കിലേ പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറുള്ളൂ. 50,000 രൂപയുടെ പട്ടുസാരി ഉണ്ടെങ്കിൽ പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറുള്ളൂ. അതുപോലെ തന്നെയാണ് പയ്യനും. പെണ്ണിനെ മാത്രമല്ല, പയ്യനും അതുപോലെ തന്നെയാണ്. മറ്റേ 40,000 രൂപയുടെ എന്താണ് അതിന് പറയുക, ഷെർവാണി ഉണ്ടെങ്കിൽ പയ്യനും മണ്ഡപത്തിലേക്ക് കയറും. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യം. പിന്നെ ബാക്കിയുള്ള ചിലവ് അറിയാമല്ലോ, എല്ലാ കംപ്ലീറ്റ് ചിലവുകളും. ഇതാരാ വഹിക്കുന്നത്? ഈ പെണ്ണ് വഹിക്കുമോ സ്വന്തമായിട്ട്? അല്ല, പയ്യൻ ഇല്ല. കാരണം ഇപ്പോൾ ഉള്ള ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നവരാണ്. അപ്പോൾ അത്രയൊന്നും സമ്പാദ്യങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. ഇത് രക്ഷകർത്താക്കളാണ് കൊടുക്കുന്നത്. ഇത് എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടിയപ്പോൾ അത് പിടിച്ചു വെച്ച സമ്പാദ്യവും അതല്ലാതെ കടം മേടിച്ചതും കിഡ്നി വിറ്റതും കുട്ടിനെ വിറ്റതും പ്ലീഹ ചുരണ്ടി പണയം വെച്ചതും ഒക്കെ കൊണ്ട് ഈ രക്ഷകർത്താക്കൾ തന്ത എന്ന് പറഞ്ഞ രക്ഷകർത്താവ് കൊണ്ട് മുടക്കുന്ന പൈസയാണ് ഇത്. ഇതെല്ലാം കൂടെ മുടക്കി ഒറ്റ ദിവസത്തേക്ക്. എന്തിന് ഒറ്റ ദിവസത്തേക്ക്? ഇതിൻ്റെ പൈസ മാത്രമല്ല, മൊത്തം ഇതാണ് ഞാൻ പറയും. അപ്പോൾ എത്ര ലക്ഷം രൂപ? 10 ലക്ഷം രൂപ ഒരു ദിവസം ക്ലീൻ. ഭക്ഷണം ഉൾപ്പെടെ ഒരു ദിവസം കല്യാണ സമയത്തുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് വീട്ടിലുള്ള റിസപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം എല്ലാം കൂടെ ചേർത്ത് 10 ലക്ഷം രൂപ. എന്തിന്? ഒരു പ്രോപ്പർട്ടി, ഒരു വീട് മേടിക്കുമ്പോൾ നമ്മൾ ഇത്രയും ചിലവാക്കും. ഒരു വീട് മേടിക്കുമ്പോൾ അത് വീടിന് വേണ്ടിയുള്ള പൈസ കൊടുക്കും, അഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്യും വെച്ചാൽ. അതുപോലെ പറമ്പ് മേടിക്കുമ്പോൾ, ഒരു വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ഇത്രയും ആർഭാടമൊന്നും കാണിക്കില്ലല്ലോ. പിന്നെ എന്തിന് ഒരാളുടെ ഒരു ജീവിത സഖിയായിട്ട് ഒരു കല്യാണം, ആണ് പെണ്ണിനോടായിരുന്നാലും പെണ്ണ് അന്നോട് എന്തായിരുന്നാലും എന്തിനീ ആർഭാടം? ഒന്ന് രജിസ്ട്രേഷനിൽ ഒന്ന് ഒപ്പിട്ട് വിളിച്ചുകൊണ്ട് വരിക, അത്രേ ഉള്ളൂ. അത് മറ്റുള്ളവരുടെ ഒന്ന് അറിയിക്കുക, ഇത് എൻ്റെ മോൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മോളുടെ ഭർത്താവാണ്. ജസ്റ്റ് ഒന്ന് അറിയിക്കാനുള്ള ഒരു ചെറിയ ഇത് മാത്രം കണ്ടെത്തുക. അതിനിപ്പോൾ എല്ലാവരുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. അങ്ങനെ വിളിച്ചോട്ട് എല്ലാവരെയും വിളിച്ചോട്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്തിനിത്? ഒറ്റ ദിവസം കൊണ്ട് 10 രൂപ 15 ലക്ഷം രൂപ പൊടിച്ച് കളയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇതിൽ സുപ്രീം കോടതി ഇടപെടണം എന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് മറ്റവനോ മറിച്ചുള്ള ഒന്നുമല്ല. ഇന്ത്യ ഭരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഇടപെടണം. മിനിമം കേരളത്തിലെ ഈ വിവാഹ എന്ന് പറയുന്ന ആർഭാടത്തെ ഒഴിവാക്കാൻ, ബാൻ ചെയ്യാൻ നിർത്തലാക്കാൻ സുപ്രീം കോടതി ഉത്തരവാകണം എന്നൊരാഗ്രഹമുണ്ട്. പറഞ്ഞു പോയതാണ്, നിവൃത്തിയില്ലാതെ കാണുന്നതാണ് ഓരോ ദിവസവും. അത് ചെയ്യാൻ പറ്റും.